3 ദിവസത്തിന് ശേഷം നമ്മളതാ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഗൈസ്. അപ്പോൾ നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ട് അമ്മയെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഗൈസ്. അമ്മയെ ശാന്ത ഡോക്ടറുടെ അങ്ങോട്ട് പോകണം ഗൈസ്. ഞാൻ വിശത്ത് കുളിച്ച് സെറ്റായിട്ട് ഫുള്ള് സെറ്റാണ് ഗൈസ്. ഒന്നും പറയാനില്ല, കുറേ ദിവസത്തിന് ശേഷമല്ലേ. അപ്പോൾ കുറച്ച് വരാം ഗൈസ്. പൊടി കാണിച്ചു തരണോ? 3 പൊടിയാണ് ഇപ്പോൾ. അത്ര വണ്ടി എടുത്തിട്ടില്ലേ, എന്തോ ഒരു പൊടിയാണ് ഗൈസ്. കണ്ടോ, അപ്പോൾ ക്ലീൻ ആയില്ലേ. അപ്പോൾ കുറച്ചിട്ട് വരാം. നമ്മളത് അവിടെ എത്തി. അമ്മ യെസ്. അപ്പോൾ അമ്മ ഹോസ്പിറ്റലിൽ അടിച്ചിട്ട് എത്തി ഗൈസ്. നേരെ ഇപ്പോൾ മുസ്തഫാമ്മയുടെ കടയിൽ പോകാം. എന്നിട്ട് പിന്നെ ബാക്കി നോക്കാം ഗൈസ്. കുറച്ചിട്ട് വരാം. അമ്മ അവിടെ മുസ്തഫാമ്മയുടെ കട അവിടെ പോയി ഗൈസ്. അവിടെ നിൽക്കുന്നുണ്ടാവും, അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കണ ഗൈസ് നമ്മൾ. നല്ല ചൂടാണ്, മഴക്കാറ കാണാണ്ട്, പക്ഷെ മഴയൊന്നും പെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ നിൽക്കണം ഗൈസ്. അപ്പോൾ ടൈം ലാപ്സ് കണ്ടിട്ട് വരും. ഫോർച്യൂണറ്റ്ലി നമുക്ക് ടൈം ലാപ്സ് എടുക്കാൻ പറ്റിയില്ല. നമ്മൾ മോമിലയുടെ കാർ പാർക്കിങ്ങിലാണ്. മോമിലി മറ്റേ അവരുടെയൊക്കെ ആ ബിൽഡിങ്ങിൻ്റെ പാർക്കിങ്ങിലാണ് നമ്മൾ ഇവിടെ ഉള്ളത്. കണ്ടോ ഗൈസ്, ഇത്രയും സ്ഥലമുണ്ട്. അത്യാവശ്യം 4-5 കാറ്, 2 അവിടെ, ഇവിടെ 4 ഒരു 6-7 കാർ ഇവിടെ സുഖമായിട്ട് പാർക്ക് ചെയ്യാം ഗൈസ്. ഫ്രണ്ട് അവിടെ വേണമെങ്കിൽ നിർത്താം 2 10 കാർ ജസ്റ്റ് പാർക്ക് ചെയ്യാം, അത് മതി. പിന്നെ വന്ന് പോയിക്കൊണ്ടിരിക്കും. മോമയുടെ മുമ്പിൽ ഒരു ഫ്രണ്ടിൽ 3 കാറും പാർക്ക് ചെയ്യാം. അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ കാർ പാർക്കിംഗ് ആണ് ഇവിടെ ബാക്കിലാണ് ഗൈസ്. ഇതാണ് ബിൽഡിങ് ഫ്രണ്ട്, ബിൽഡിങ്ങിൻ്റെ ബാക്ക്. ഇതിൻ്റെ ഫ്രണ്ടിലാണ് കാർ നിർത്തുന്നത് ഗൈസ്. അപ്പോൾ ആ കാർ പാർക്കിങ്, അതായത് റോഡ് സൈഡിൻ്റെ അടുത്ത് ഇത് ഒരു സ്ഥലം മേടിച്ചിട്ട് ഇവിടെ നിർത്തിയിരിക്കുകയാണ് ഗൈസ്, കാർ പാർക്കിങ്ങിന് വേണ്ടിയിട്ട്. കുറച്ചുണ്ട് വരാം ഗൈസ്, അല്ലെങ്കിൽ വീട്ടിലെത്തിട്ട് വരാം ഗൈസ്. വണ്ടി നോക്കി നേരെ വീട്ടിൽ കയറാം.